തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പുതിയ നിയമത്തിലെ പൗലോസ്ലീഹായുടെ നാമത്തിൽ അറിയപ്പെടുന്ന ലേഖന സമാഹാരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും ചർച്ചകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പഠനങ്ങളുടെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അജപാലന ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 4 ലേഖനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. തിമോത്തിയോസിന് എഴുതിയ 2 ലേഖനങ്ങൾ, തീത്തോസിന് എഴുതിയ ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനം. ഇന്ന് തീത്തോസിന് എഴുതിയ ലേഖനത്തെക്കുറിച്ചും ഫിലേമോൻ എഴുതിയ ലേഖനത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്. തീത്തോസിനുള്ള ലേഖനം നമുക്കറിയാവുന്നതുപോലെ തന്നെ അജപാലന ലേഖനങ്ങളിൽ ഒന്നാണ്. ക്രേറ്റ ദ്വീപിൽ അജപാലന നേതൃത്വം ഏൽപ്പിക്കപ്പെട്ട പൗലോസിൻ്റെ അടുത്ത സഹപ്രവർത്തകനായ തീത്തോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. തിമോത്തിയോസിനോട് എന്ന പോലെ വ്യാജപ്രബോധനങ്ങൾക്കെതിരെയും അതുപോലെ സത്യവിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയും ഈ ലേഖനത്തിലൂടെ പ്രത്യേകമായി നിഷ്കർഷിക്കുന്നു. സദ്ഗുണമുള്ള ക്രിസ്തീയ ജീവിതം പ്രോത്സാഹിപ്പിക്കുവാൻ ഉള്ള മാർഗനിർദ്ദേശം ഈ കത്ത് നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ തിമോത്തിയോസിനെ എഴുതിയ ലേഖനങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ആ ലേഖനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ സഭയുടെ ദൃശ്യമായ ഘടന ഏറെ സൂക്ഷ്മമായി അവതരിപ്പിക്കുന്നതും ഈ ലേഖനത്തിൽ കാണാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ചർച്ചയിൽ നമ്മൾ അവതരിപ്പിച്ചതുകൊണ്ട് അതിൽ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ ആയിരിക്കും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കൈകാര്യം ചെയ്യുന്നത്. ഇനി തിമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങളിൽ ഒരു കാര്യം നമ്മൾ പറയുവാൻ ആഗ്രഹിച്ചു, എന്നാൽ അത് വിട്ടുപോയി. തിമോത്തിയോസ് ആരാണ്? ഇക്കോണിയത്തിന് തെക്കുള്ള ലിസ്ട്രയിലാണ് തിമോത്തിയോസ് ജനിച്ചത്. പിതാവ് ഗ്രീക്കുകാരനും അമ്മ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഒരു യഹൂദ സ്ത്രീയുമായിരുന്നുവെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണാം. അദ്ദേഹം പൗലോസിൻ്റെ വിശ്വസ്ത ശിഷ്യനും സഹയാത്രികനുമായിരുന്നുവെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കാണുകയും അതുപോലെ തന്നെ മക്കദോനിയയിലും ആഥൻസിലും കോറിന്തോസിലും എഫേസോസിലും ഒക്കെ അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ശുശ്രൂഷ ചെയ്യുകയും ചില പ്രത്യേക ദൗത്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് പൗലോസ്ലീഹ തിമോത്തിയോസിനെ അയക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18:5 ഏഥൻസിൽ പോയ കാര്യം നമ്മൾ കാണുന്നു. കോറിന്തോസിലെ കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:22 എഫേസസിലെ കാര്യവും ഒക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ഇനി നമുക്കറിയാവുന്നതുപോലെ തന്നെ ദുർഘടമായ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുവാൻ വേണ്ടി പൗലോസ്ലീഹ തിമോത്തിയോസിനെ അയച്ചതായിട്ട് തെസ്സലോനിക്കക്കാർക്ക് 1-ാം ലേഖനം 3-ാം അധ്യായം 2-6 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19-24 വരെയുള്ള വാക്യങ്ങൾ, കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം, 16, 10-ാം വാക്യം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 21-ാം വാക്യത്തിലൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ 6 ലേഖനങ്ങൾ, പൗലോസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന 6 ലേഖനങ്ങൾ ഈ സഭകൾക്ക് അയക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ തിമോത്തിയോസ് പൗലോസുമായിട്ട് സഹകരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ, അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം എന്നിവയൊക്കെയാണ് അത്. പൗലോസ്ലീഹ അദ്ദേഹത്തെ എഫേസോസിലെ ആദ്യത്തെ ബിഷപ്പായിട്ട് നിയമിച്ചു എന്നും നമ്മൾ കാണാൻ കഴിയും. ഏകദേശം AD 90 വെച്ച് തിമോത്തിയോസ് മരണമടഞ്ഞു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നത്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, 3-ാം അധ്യായം 14-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19-22, 20, 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാം. ഈ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിമോത്തിയോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. ഇതോട് അനുബന്ധിച്ച് തന്നെ ഇനി തീത്തോസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി നമ്മൾ അറിയുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഈ പഠനത്തിന് ഇതൊക്കെ സഹായിക്കും. ഈ വ്യക്തികൾ ആരായിരുന്നു, തിമോത്തിയോസ് ആരായിരുന്നു, തീത്തോസ് ആരായിരുന്നു എന്നൊക്കെയുള്ള, കാരണം സഭയുടെ ദൃശ്യമായ ഘടനയെപ്പറ്റി
വിവരിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടതായ മാർഗനിർദ്ദേശം നൽകുന്ന അജപാലന ലേഖനങ്ങളെക്കുറിച്ചുള്ള ആ ഒരു പഠനം നമ്മൾ നടത്തുമ്പോൾ ഇത് ചില വ്യക്തികൾക്ക് മാത്രം എഴുതിയതാണല്ലോ, അപ്പോൾ ഇതെങ്ങനെയാണ് കത്തുകൾ എന്നതിന് അപ്പുറമായിട്ട് ലേഖനമാകുന്നത്, ഇതിൻ്റെ സാങ്കത്യം എന്താണ്, ഇത് സഭയുടെ കാര്യങ്ങളുടെ സാങ്കത്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ഈ വ്യക്തികൾ ആരാണ്, അല്ലെങ്കിൽ വ്യക്തികൾ ആരെ പ്രതിനിധാനം ചെയ്യുന്നു, വ്യക്തികൾ എങ്ങനെയാണ് ഒരു സഭയെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് വേണ്ടി ഈ വ്യക്തികൾക്ക് എങ്ങനെയാണ് കത്തെഴുതുന്നതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി തീത്തോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണുവാനേ പറ്റുകയില്ല. കാരണം അതിനകത്തിൽ തീത്തോസിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. പൗലോസിയുടെ ലേഖനങ്ങളിലൊക്കെയാണ് നമ്മൾ തീത്തോസിനെ കുറിച്ചുള്ള പരാമർശനം അറിയുന്നത്. അദ്ദേഹം ഒരു ഗ്രീക്കുകാരനായിരുന്നു, പരിച്ഛേദനം ഏൽക്കാത്തവനായിരുന്നു, ന്യായപ്രമാണ ആചരണങ്ങളുമായി ബന്ധപ്പെട്ട് പുറജാതികളുടെ അല്ലെങ്കിൽ വിജാതീയരായ ക്രിസ്ത്യാനികളുടെ വക്താവായിരുന്നു എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരു നല്ലൊരു മീഡിയേറ്റർ ആയിരുന്നു. അതായത് എന്തെങ്കിലും പ്രതിബന്ധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ പൗലോസ് ശ്ലീഹായെ പലപ്പോഴും ഈ തീത്തോസ് സഹായിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ശക്തനായ ഒരു നേതാവും ആയിരുന്നു. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. അതുപോലെ തന്നെ ജെറുസലേമിലെ ദരിദ്രർക്ക് വേണ്ടിയുള്ള ആ ഒരു സംഭാവന സ്വീകരിക്കുന്നതിന് അതിനുവേണ്ടിയുള്ള ഫണ്ട് റേസിങ്ങിൽ അദ്ദേഹം നേതൃത്വം കൊടുത്തു, സഹകരിച്ചു. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യം. അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹായ്ക്ക് ബുദ്ധിമുട്ടുള്ള ചില ദൗത്യങ്ങൾ തിമോത്തിയോസിനെ പോലെ തീത്തോസിനെ ഏൽപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 17-ാം വാക്യം. പിന്നെ ക്രേറ്റയിലെ ബിഷപ്പായിട്ട് പൗലോസ് ശ്ലീഹ അദ്ദേഹത്തെ നിയമിച്ചു എന്നാണ് തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, 3-ാം അധ്യായം 12-ാം വാക്യം ഒക്കെ നമ്മൾ കാണുന്നത്. ഇത് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ തീത്തോസിന് എഴുതിയ ലേഖനത്തിലേക്ക് കടക്കുന്നു. തീത്തോസിന് എഴുതിയ ലേഖനത്തിൻ്റെ കർത്താവ് ആരാണ്, എപ്പോഴാണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കണ്ടാൽ മതിയാകും. പാരമ്പര്യമായ വീക്ഷണം നമുക്കറിയാവുന്ന പോലെ തന്നെ വിശുദ്ധ പൗലോസിനെ രചയിതാവ് ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ പൗലോസ് ഈ തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് പൗലോസ് ശ്ലീഹയാണ് ഇത് എഴുതിയതെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാരായ ഐറേനിയസ്, അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ്, തെർത്തൂലിയൻ തുടങ്ങിയവർ പൗലോസ് ശ്ലീഹായുടെ കർത്തൃത്വത്തെ സാധൂകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ആൻറ്റിക്വിറ്റിയിൽ ഇതിനെക്കുറിച്ചൊരു സംശയമില്ലായിരുന്നു. നമുക്കറിയാം തീമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങളെ പറ്റി പറയുന്ന പോലെ തന്നെ നമുക്കറിയാം ആധുനിക കാലത്തുള്ള മോഡേൺ ക്രിറ്റിക്കൽ സ്റ്റഡീസ്, ആധുനിക കാലത്തുള്ള പഠനങ്ങളാണ് ഇതിൻ്റെ ശൈലിയിലും പദാവലിയിലുള്ള വ്യത്യാസങ്ങൾ കാരണം ഇത് പൗലോസിൻ്റെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 2-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലോ എഴുതിയതാകാമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയാൻ കാരണം. ഇനി പൗലോസ് ശ്ലീഹ തന്നെ എഴുതിയതാണെങ്കിൽ ഇത് റോമിൽ തടവിലായിരുന്നപ്പോൾ ചിലപ്പോൾ എഴുതിയതായിരിക്കാം. 63-66 ഇടയ്ക്കെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അത് കൃത്യം ആയിരിക്കണമെന്ന് ഇല്ല. ഇനി ഈ കത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം തിമോത്തിയോസിൻ്റെ കത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം തന്നെ പോലെ നമുക്ക് കാണാൻ കഴിയും. സുവിശേഷം ക്രേറ്റയിൽ എത്തി അത് സുസ്ഥിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് ക്രേറ്റയിൽ എത്തിയത് പൗലോസ് ശ്ലീഹ വഴിയല്ല, മറ്റ് ക്രിസ്തീയ വിശ്വാസികളായ സഞ്ചാരികൾ വഴിയാണ് എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസും തീത്തോസും ക്രേറ്റയിൽ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തു എന്നുള്ളത്. പിന്നെ ക്രേറ്റയിലെ സംസ്കാരത്തെക്കുറിച്ച് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് ഉദ്ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രേറ്റയിലെ സംസ്കാരം ബുദ്ധിമുട്ടുള്ളതായിട്ട് പൗലോസ് ശ്ലീഹയായി കാണുന്നു. കാരണം ക്രേറ്റക്കാർ എപ്പോഴും നുണയന്മാരും ദുഷ്ടമൃഗങ്ങളും മടിയന്മാരുമായ ആളുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില. അതുപോലെ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വ്യാജ ഉപദേഷ്ടാക്കൾ സഭയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ജുഡൈസേഴ്സ് നമ്മൾ മുമ്പ് പറഞ്ഞത് യഹൂദ മതത്തിൻ്റെ പാരമ്പര്യവും അതിൻ്റെ രീതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അടിച്ചേൽപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന കുറേ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസികളായവരായ കുറേ ആൾക്കാർ, അവരുടെയൊക്കെ ആ ഒരു പ്രത്യേകമായ സ്വാധീനം അല്ലെങ്കിൽ ദുർസ്വാധീനം സഭയിൽ ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസത്തിൽ അല്ലെങ്കിൽ സത്യമായ ജീവിതക്രമത്തിൽ സഭാക്രമത്തിൽ സഭയെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ കത്തെഴുതി എന്നുള്ളതാണ് നമുക്കിതിൻ്റെ പശ്ചാത്തലമായിട്ട് മനസ്സിലാക്കേണ്ടത്. കത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ സഭാ നേതൃത്വം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് തീത്തോസിനെ ഉപയോഗിക്കും. സഭാ നേതൃത്വത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. എന്താണ് ബിഷപ്പ്മാർ, ശ്രേഷ്ഠന്മാർ,
അതുപോലെ തന്നെ ഡീക്കന്മാർ, അത് വിധവകൾ, ഇങ്ങനെ സഭാ നേതൃത്വം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അതിൽ പ്രത്യേകിച്ച് ബിഷപ്പ്മാരും ശ്രേഷ്ഠന്മാരുമായവർക്ക് വേണ്ട ഗുണങ്ങളെപ്പറ്റി ഒക്കെ കൃത്യം ഇതിനകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, സത്യ ഉപദേശം, ഓർത്തഡോക്സി, ക്രിസ്തീയ സദ്ഗുണങ്ങൾ, ക്രിസ്ത്യൻ എത്തിക്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, അതാണ് ലോസ് ഫോർ ക്രിസ്ത്യൻ ലിവിങ് എന്ന് പറയും. സദ്ഗുണങ്ങളും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ വ്യാജ ഉപദേഷ്ടാക്കൾ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അവർക്കെതിരെ മുന്നറിയിപ്പ് നൽകുക. അതുപോലെ തന്നെ വിശുദ്ധ ജീവിതത്തിന് മാതൃകയായിട്ട്, അത് നയിക്കുവാനുള്ള പ്രചോദനവും മാതൃകയായിട്ട് ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകര കൃപയെ എടുത്തു കാണിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മാതൃകയായിട്ട് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, നമുക്ക് വിശ്വാസം ലഭിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നത്, അതിന് പ്രാപ്തരാകുന്നത്. അല്ലാതെ നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടല്ല നമുക്ക് രക്ഷയും കൃപയും ലഭിക്കുന്നത് എന്നുള്ള ആ ഒരു കൃത്യമായ ക്രൈസ്തവ ദർശനം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇനി കത്തിൻ്റെ ഘടനയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഈ കത്ത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇത് 3 അധ്യായങ്ങളിൽ ആയിട്ട് ചുരുങ്ങിയിരിക്കുന്നതായ ഒരു കത്താണ്. ആദ്യത്തെ ഭാഗം സാധാരണ പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പൗലോസ്ലിഹ തന്നെ ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ആമുഖ ആശംസകളും ആമുഖ ഭാഗവും. ഇനിയും 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സഭാഘടനയെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചുമുള്ള നിർദ്ദേശങ്ങൾ. അത് 1-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയാണ് വിശുദ്ധി അല്ലെങ്കിൽ യോഗ്യതയുള്ള ശ്രേഷ്ഠന്മാരെയും മെത്രാന്മാരെയും നിയമിക്കുക, തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ വ്യാജ ഉപദേഷ്ടാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് യഹൂദ മതത്തിൽ നിന്ന് യഹൂദ മത ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവർക്കെതിരെ ഉള്ള മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഉള്ളതുപോലെ തന്നെയാണ് തീത്തോസിൻ്റെ ലേഖനത്തിലും സഭാഘടനയെക്കുറിച്ചും ഈ ഓർത്തഡോക്സിയെക്കുറിച്ചും അല്ലെങ്കിൽ ട്രൂ ഫെയ്ത്ത് ആൻഡ് ട്രൂ ടീച്ചിങ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുന്നു. ഇനി 2ാമതുള്ളത് അജപാലന പ്രബോധനങ്ങൾ. നമ്മൾ എഫെസ്യാർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ടു, കൊളോസ്യാർക്ക് എഴുതിയ ലേഖനത്തിൽ കണ്ടു, തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലും ഒക്കെ നമ്മൾ കാണുന്ന ആ ഒരു ഹൗസ് ടാൽഫൻ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതക്രമം. അത് ഓരോ വ്യക്തികളെ അധിഷ്ഠിതമായിരിക്കാം, അല്ലെങ്കിൽ കുടുംബങ്ങളെ അധിഷ്ഠിതമായിരിക്കാം. അപ്പോൾ ആ ഉപദേശങ്ങൾ ഒക്കെ ഉള്ളതാണ് 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അത് അജപാലന പ്രബോധനങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റും, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ. അപ്പോൾ പുരുഷന്മാർ, സ്ത്രീകൾ, പ്രായമായ പുരുഷന്മാർ, സ്ത്രീകൾ, യുവാക്കൾ, യുവതികൾ, അടിമകൾ എന്നിവർക്കുള്ള ഒരു നിർദ്ദേശം, അവരെങ്ങനെ വിശ്വാസം ജീവിക്കണം, തങ്ങളായിരിക്കുന്ന ജീവിതാവസ്ഥയിൽ എങ്ങനെ വിശ്വാസം ജീവിക്കണം, വിശ്വാസത്തെ പ്രഘോഷിക്കണം, വിശ്വാസത്തിന് സാക്ഷികളാകണം എന്നുള്ളത്. അതുപോലെ തന്നെ രക്ഷയുടെ സാർവത്രികമായ മാനവും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. 2-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള എല്ലാവർക്കും രക്ഷ. അത് യഹൂദനാകട്ടെ, ഗ്രീക്കുകാരനാകട്ടെ, അത് നമ്മൾ മറ്റ് ലേഖനം കാണുന്നുണ്ട്. അടിമയാകട്ടെ, ഉടമയാകട്ടെ, സ്ത്രീ ആകട്ടെ, പുരുഷനാകട്ടെ, യുവാവാകട്ടെ, യുവതിയാകട്ടെ, എല്ലാവർക്കും രക്ഷ ലഭിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരുടെ ജീവിതക്രമത്തിനനുസരിച്ച് എങ്ങനെ അതിനോട് പ്രതികരിക്കണം, അത് ആ ഭാഗത്ത് കാണുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ പൗരത്വവും സൽപ്രവർത്തികളും, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ പൗരനാണ്. ഈ പൗരത്വത്തിൻ്റെ പ്രത്യേകതകൾ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പ്രതിഫലിപ്പിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓർത്തഡോക്സി ആൻഡ് ഓർത്തോപ്രാക്സിസ്, അല്ലെങ്കിൽ സത്യവിശ്വാസം പ്രബോധനം എന്ന് പറയുന്നത് ഒരു ദർശനമോ അല്ലെങ്കിൽ ഒരു ആശയമോ ആകാതെ അത് പ്രായോഗികമായ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ അധികാരികളോട്, അധികാരത്തിലുള്ളവരോട് അനുസരണയുള്ളവരും സമാധാനപ്രിയരും സൗമ്യരുമായിരിക്കണം. അതുപോലെ തന്നെ രക്ഷയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നീ നമ്മുടെ നന്മ പ്രവൃത്തികൾ മൂലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ ആ ഒരു പുനർജീവിതവും നവീകരണവും സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രക്ഷയുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് സത്യവിശ്വാസം, സത്യപ്രബോധനം, ഊഹാപോഹങ്ങളും ഭോഷത്വപരമായ വിവാദങ്ങളും കലഹങ്ങളും തെറ്റായ പ്രബോധനങ്ങളും ഒന്നും നിങ്ങൾ വശംവദരാകരുത്, അത് ഒഴിവാക്കുക എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുന്നു. 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇതിൻ്റെ ക്ലോസിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. അന്തിമമായിട്ടുള്ള നിർദ്ദേശങ്ങളും ആശംസകളും നൽകുന്നു. വ്യക്തിപരമായ നിർദ്ദേശങ്ങളും അവിടെ നമുക്ക് കാണുവാൻ കഴിയും.
ഇനിയും ഈ തീത്തോസിനുള്ള ലേഖനത്തിൽ തിമോത്തിയോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ആ ലേഖനത്തെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ, തീത്തോസിൻ്റെ ലേഖനത്തെ പറ്റി നമ്മൾ അവിടെ കുറച്ച് ചർച്ച ചെയ്തു. ഇതിനകത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈ തീത്തോസിനുള്ള ലേഖനത്തിലെ കാര്യം കൂടെ നമ്മളിവിടെ എടുക്കുന്നു, സഭയുടെ ഘടനയെ പറ്റി. അതല്ലാതെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അത് നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനത്തിൻ്റെ ദൈവശാസ്ത്രം, ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകൃപ, അതായത് രക്ഷ, ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ രക്ഷ എന്ന് പറയുന്നത് സാർവത്രികമാണ്. യഹൂദർക്ക് മാത്രമല്ല, എല്ലാ ആളുകൾക്കും അത് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. തീത്തോസ് 2:11. അതുപോലെ തന്നെ രക്ഷ ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. മനുഷ്യൻ്റെ നേട്ടം കൊണ്ട്, നമ്മുടെ നന്മ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നന്മപൂർണ്ണമായ ജീവിതം കൊണ്ടോ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് അല്ല രക്ഷ. ഈ രക്ഷ ലഭിച്ചതുകൊണ്ട്, കൃപ ലഭിച്ചതുകൊണ്ട് നമ്മൾ നല്ലവരായി തീരുവാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നു. 3-5 വാക്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദൈവകൃപ എന്ന് പറയുന്നത് അത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, പിന്നെയോ അത് വിശ്വാസികളെ ദൈവഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ പരിശീലിപ്പിക്കുന്നു. 2-12 വാക്യം, നിർമ്മമത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കുവാനും ദൈവകൃപ നമ്മെ പരിശീലിപ്പിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യവും അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഈ രക്ഷയുടെ ആ ഒരു ദർശനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ ഈ രക്ഷാകരമായ കൃപയെപ്പറ്റി. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ജീവിതം, മരണം, പുനരുത്ഥാനം, പരിശുദ്ധാത്മാവിനോട് ലഭിച്ചതായ കൃപാവരം എന്നിവയിലൂടെല്ലാം ഈ കൃപ പ്രകടമാകുന്നു, അത് ക്രിസ്തു കേന്ദ്രീകൃതമാകുന്നു എന്ന് ഈ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം നമുക്ക് പറയും. ഇനിയും രണ്ടാമത് ക്രിസ്റ്റോളജിക്കൽ ഒരു ഡയമെൻഷൻ ആയിട്ട് വരുമ്പോഴത്തേന് രക്ഷകനും ദൈവവുമായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ അതുവരെയുള്ള അവരുടെ കാഴ്ചപ്പാടിൽ പിതാവായ ദൈവം എന്ന് നമ്മൾ പറയുന്ന പരിശുദ്ധ ത്രിത്വത്തിലെ സ്രഷ്ടാവായ ദൈവം, അവിടെ മാത്രമല്ല ദൈവം എന്നുള്ള അത്. അപ്പോൾ ഇപ്പോൾ അതൊരു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ ഒരു പ്രത്യേകതയുടെ ഭാഗമായിട്ട് പിതാവായ ദൈവത്തിനും യേശു ക്രിസ്തുവിനും ഈ ലേഖനത്തിൽ രക്ഷകൻ എന്ന സംബോധന ഉപയോഗിച്ചിരിക്കുന്നു. കാരണം രക്ഷകൻ എന്ന സംബോധന യേശു ക്രിസ്തുവിനും പിതാവായ ദൈവത്തിനും ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ, 2-ാം അധ്യായം 10-ാം വാക്യം, 13-ാം വാക്യം, 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂരിതമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. തീത്തോസ് 2:13. അപ്പോൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് ശക്തമായ ഒരു സാക്ഷ്യം ഈ ലേഖനം നൽകുന്നുണ്ട്. ഇത് പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വ്യക്തമായ സ്ഥിരീകരണങ്ങളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. തീത്തോസിൻ്റെ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, അതായത് കൺവിൻസിങ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് യേശു കർത്താവാണ്, രക്ഷകനാണ് എന്നുള്ള, ദൈവമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തെ നിസ്തുലമായ വാക്കുകളിൽ ഇവിടെ ഈ ലേഖനത്തിൻ്റെ ഈ 14-ാം വാക്യം വിവരിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയായി തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. വളരെ നിസ്തുലമായ വാക്കുകളാണ് ഇവിടെ കർത്താവ് രക്ഷകനും ദൈവവുമായ ക്രിസ്തു എന്നുള്ള ആ ഒരു ദർശനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി തീത്തോസിൻ്റെ ഈ പറഞ്ഞ വാക്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇനി ന്യൂമറ്റോളജിയുടെ ആ ഒരു തലം എവിടെയാണ് വരുന്നത്? ഇവിടെ നവീകരണം, പുനർജീവനം ഇവയെപ്പറ്റി ബന്ധിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ ദർശനം ന്യൂമറ്റോളജി പറയുന്നത്. രക്ഷ നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാനത്തിനെയും ആത്മാവിൻ്റെയും നവീകരണ പ്രവർത്തനത്തെയും പരാമർശിക്കുന്നതായി നമ്മൾ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മളിത് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിന് ലഭിച്ചു, രക്ഷ ലഭിച്ചു, കൃപ ലഭിച്ചു, നവീകരണം ലഭിച്ചു, പുനർജീവിതം ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ ന്യൂമറ്റോളജി ക്രിസ്തു ദർശനവും പരിശുദ്ധാത്മ ദർശനവും വിജ്ഞാനീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്
നമ്മൾ ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ രക്ഷയിലും പരിവർത്തനത്തിലും നവീകരണത്തിലും പുനരുദ്ധാനത്തിലും ആത്മാവിൻ്റെ പങ്ക് വളരെ പ്രസക്തമാണ്, അത് കൃത്യമാണ്. ആത്മാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് നടക്കുന്നത്. ഇത് നമുക്ക് സാധ്യമാക്കിയത് കർത്താവായ യേശു അല്ലെങ്കിൽ ദൈവമായ കർത്താവ്, രക്ഷകനായ കർത്താവിൻ്റെ ആ ഒരു കാരുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മ ദർശനം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തു വിജ്ഞാനവും പരിശുദ്ധാത്മ വിജ്ഞാനിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു തലം. ഇനിയും സഭാശാസ്ത്രം, നമ്മുടെ സഭയിലെ വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ച് സഭാദർശനം അല്ലെങ്കിൽ ഇക്ലേസിയോളജി നമ്മളിവിടെ കാണുമ്പോൾ കൂടുതലും സഭാ നേതൃത്വവും സഭയിലെ ക്രമത്തെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ നിയമിക്കുവാൻ തീത്തോസിനോട് ആവശ്യപ്പെടുന്നുണ്ട്, 1-ാം അധ്യായം 5-ാം വാക്യം. അതുപോലെ തന്നെ മെത്രാന്മാർക്കും ശ്രേഷ്ഠന്മാർക്കുമുള്ള ആവശ്യകതകളിൽ അവരെ സഹായിക്കുക, അവരോട് ഔദാര്യമുള്ളവരായിരിക്കുക, അതിഥിപ്രിയരായിരിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക, വചനത്തോട് വിശ്വസ്തത പുലർത്തുക എന്നിവ മെത്രാന്മാർക്കും അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാർക്കും ഉള്ള ഗുണങ്ങളായിട്ടും 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസികൾ അവരോട് സ്നേഹമുള്ളവരായിരിക്കണം, അവരെ കരുതണം എന്ന് പറയുന്നതോടൊപ്പം മെത്രാന്മാർ ഇക്കാര്യങ്ങളിൽ എല്ലാം കുറ്റം ഇല്ലാത്തവരായിരിക്കണം, അവരുടെ ജീവിതം ഒരു വലിയ മാതൃകയായിരിക്കണം, അവർക്ക് ഈ ക്രിസ്തീയ പുണ്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർ നേതൃത്വത്തിലും നേതൃത്വ പാടവത്തിലും ധാർമ്മികതയിലും വിശുദ്ധിയുടെ മാതൃക എന്ന നിലയിലും സത്യപ്രബോധനം അല്ലെങ്കിൽ യഥാർത്ഥമായ വിശ്വാസം പഠിപ്പിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അപ്പം ഇവിടെ വെല്ലുവിളി വരുന്നത് എന്താണ്? ക്രിസ്തീയ ധാർമ്മികതയുടെ ഒരു ഭാഗമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ സത്യപ്രബോധനം, സത്യവിശ്വാസം എന്ന് പറയുന്ന ഓർത്തഡോക്സിയെ കുറിച്ചുള്ള വെല്ലുവിളി. അത് നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെയും അത് റെലവൻ്റ് ആണ്, ബാധകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വ്യാജ ഉപദേഷ്ടാക്കൾ, വ്യാജ പ്രബോധകന്മാരിൽ നിന്ന് സഭയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം, സത്യവിശ്വാസം നിർത്തേണ്ട ഉത്തരവാദിത്വം, ഓർത്തഡോക്സിയെ അപ്ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ ഓർത്തോപ്രാക്സിസ്, അത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ചിന്തയുടെ തലത്തിലോ ഒരു മനസ്സിൻ്റെ ഒരു തലത്തിലോ ആകാതെ അത് പ്രായോഗികമായ തലത്തിൽ അത് പ്രകടിപ്പിക്കുക, ഓർത്തോപ്രാക്സിസ്. അതിൻ്റെയൊക്കെ നേതൃത്വം കൊടുക്കേണ്ടവരാണ്, സഭയെ സംരക്ഷിക്കേണ്ടവരാണ് മെത്രാന്മാരും അതുപോലെ തന്നെ ശ്രേഷ്ഠന്മാരും എന്ന് ഈ ലേഖനം പഠിപ്പിക്കുന്നു. 1-ാം അധ്യായം 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണാം. അതുപോലെ തന്നെ ആരോഗ്യകരമായ ഉപദേശം നൽകുക, കൃത്യമായ ഉപദേശം നൽകണം. ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കും, ദിദാസ്കലിയ എന്ന് നമ്മളത് ഉപദേശം, ഇതിനെപ്പറ്റി ഉടനീളം ഈ ലേഖനത്തിലുടനീളം പറയുന്നുണ്ട്. 1-ാം അധ്യായം 9-ാം വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം, 7-ാം വാക്യം, 10-ാം വാക്യം, ഇവയെല്ലാം. അതുകൊണ്ട് ഉപദേശം എന്നുള്ളത് ദൈനംദിനമായി ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന കാര്യമായിട്ട്, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഓർത്തഡോക്സി, ശരിയായ വിശ്വാസം, ഓർത്തോപ്രാക്സിസിലേക്ക്, ശരിയായ ജീവിതത്തിലേക്ക് നയിക്കണം. പ്രായോഗികമായിട്ട് ഒരു തലം, അല്ലെങ്കിൽ ഇതൊരു ആശയത്തിൻ്റെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ദർശനമല്ല. അല്ലെങ്കിൽ തിയോളജി എന്ന് പറയുന്നത്, സത്യ ഉപദേശം എന്ന് പറയുന്നത്, സത്യവിശ്വാസം പ്രബോധനം എന്ന് പറയുന്നത് ആശയത്തിൻ്റെ തലത്തിൽ നിൽക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ഓർത്തോപ്രാക്സിസ്. സമൂഹത്തിലെ ഓരോ വിഭാഗവും, പ്രായമായ പുരുഷന്മാർ, സ്ത്രീകൾ, യുവാക്കൾ, യുവതികൾ, അടിമകൾ എങ്ങനെ വിശ്വസ്തയോടുകൂടി വിശ്വാസം പരിശീലിക്കണം, വിശ്വാസം ജീവിതത്തിൽ പ്രകടിപ്പിക്കണം, വിശ്വാസത്തിന് സാക്ഷികളാകണമെന്ന് പൗലോസ് ഇവിടെ ഈ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ ഊന്നി പറയുന്നുണ്ട്. അങ്ങനെ ദൈവശാസ്ത്രവും ധാർമ്മികതയും വേർതിരിക്കാനാവാത്തതാണ്. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ രൂപപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നു എന്ന ആ ഒരു ലത്തീനിലുള്ള ഒരു ചൊല്ലുണ്ട്, ലെക്സ് ഒറൈന്തി ലെക്സ് ക്രിതേന്തി ലെക്സ് വിവേന്തി. അതായത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു അത് നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ അത് ജീവിക്കുന്നു. ലെക്സ് ക്രതേന്തി ലെക്സ് വിവേന്തി എന്ന് പറയുന്ന ആ ഒരു ബന്ധം, നമ്മൾ വിശ്വസിക്കുന്നത് അതാണ് നമ്മൾ ഓർത്തഡോക്സി, ഓർത്തോപ്രാക്സിസ്, ലെക്സ് ക്രതേന്തി ലെക്സ് വിവേന്തി. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് നമ്മൾ വിശ്വസിക്കുന്നതാണ്. നമ്മൾ നല്ല വ്യക്തികളായതുകൊണ്ടല്ല നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിൽ കൃപ നിറയുന്നത്. നമ്മൾ കൃപ നിറയുന്നത് കൊണ്ടും നമ്മൾ രക്ഷ പ്രാപിച്ചത് കൊണ്ടുമാണ് നമ്മൾ നല്ല വ്യക്തികളാകുവാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിനുള്ള മാർഗദർശനവും പ്രചോദനവും കൃത്യമായ ധാരണയും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ആണ് എന്താണ് ഉപദേശവും ജീവിതവും, ക്രിസ്തീയ ജീവിതത്തിന് വേണ്ട കൃത്യമായി. ഇനി
ഞാൻ ഈ സമയത്തെല്ലാം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം, രക്ഷയുടെ ഫലമായി നല്ല പ്രവർത്തികളുടെ ഫലമായുള്ള രക്ഷയല്ല, രക്ഷയുടെ ഫലമായി നല്ല പ്രവർത്തികൾ. ഈ ലേഖനത്തിൽ സൽപ്രവർത്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. അതായത് 1:16, 2:7, 14, 3:1, 8, 14 എന്നീ വാക്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ ജീവിക്കുക അല്ലെങ്കിൽ സൽപ്രവർത്തികളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. രക്ഷയുടെ കാരണമായിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവ കാരണമായിട്ടല്ല നമുക്ക് രക്ഷ ലഭിക്കുന്നത്. രക്ഷയുടെ കാരണമായിട്ടല്ല, മറിച്ച് രക്ഷയുടെ പ്രതിഫലനവും തെളിവുകളും ഫലവുമാണ് ഈ നല്ല പ്രവർത്തികൾ. അപ്പോൾ 3:5 അവൻ നമ്മെ രക്ഷിച്ചത് നാം നീതിയിൽ ചെയ്ത നല്ല പ്രവർത്തികൾ നിമിത്തമല്ല, മറിച്ച് അവൻ്റെ കാരുണ്യം നിമിത്തമാണ് അവൻ നമ്മെ രക്ഷിച്ചത്. അത് നമ്മൾ ഓർത്തോണം. അപ്പോൾ ദൈവകൃപയിൽ നിന്നും സാക്ഷ്യത്തിൽ നിന്നും സമൂഹത്തിലേക്ക് നല്ല പ്രവർത്തികൾ ഒഴുകുന്നു. അതുപോലെ ക്രിസ്തീയ വിശ്വാസം ഒരു പരിവർത്തനത്തിൻ്റെ ജീവിത രീതിയായിട്ട് ഈ ലേഖനം കാണിക്കുന്നുണ്ട്. ഇനിയും അടുത്ത പോയിന്റ്, യുഗാന്ത പശ്ചാത്തലത്തിനെ കുറിച്ചുള്ള ദർശനവും ക്രിസ്തീയമായ പ്രത്യാശയും. നമ്മുടെ മരണാന്തകര ജീവിതം അല്ലെങ്കിൽ അന്ത്യവിധിയുടെ സമയം, അതിനെക്കുറിച്ചുള്ള പ്രത്യാശ. 2:13 വിശ്വാസികൾ നമ്മുടെ മഹോന്നതനായ ദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷമായ അനുഗ്രഹീത പ്രത്യാശയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയും. പ്രത്യാശ എന്നുള്ളത് ഇതിനകം ലഭിച്ചു അല്ലെങ്കിൽ വർത്തമാന കാലമാണ്, ഭാവിയിലും അന്തിമഹത്വത്തിനുമായിട്ട് കാത്തിരിക്കുന്നതിനാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം ഇതിനകം പ്രകടമായ കൃപയ്ക്കും ഇനിയും വെളിപ്പെടുത്താത്ത മഹത്വത്തിനും ഇടയിലാണ് ജീവിക്കുന്നത്. പ്രത്യാശയോടുകൂടി മഹത്വം അല്ലെങ്കിൽ നിത്യജീവൻ എന്നുള്ള ആ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ലേഖനം സഹായിക്കുന്നുണ്ട്. ഇനിയും മനുഷ്യൻ്റെ പാപവും രക്ഷയുടെ ആവശ്യത്തെക്കുറിച്ചും ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. 3:3 കൃപയ്ക്ക് മുമ്പ് മനുഷ്യരെ അനുസരണക്കേട്, ഭോഷന്മാരായിട്ടുള്ളവർ, വഴിതെറ്റിക്കുന്നവർ, വികാരങ്ങളുടെ അടിമയാലും ദ്രോഹത്താലും അസൂയയാലും തങ്ങളുടെ ദിനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ നിന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറി മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ശുഭാപ്തി വീക്ഷണം, ദൈവത്തിൻ്റെ കരുണയെ പൂർണ്ണമായി ആശ്രയിച്ച് ഊന്നൽ നൽകിക്കൊണ്ട് നല്ല ജീവിതം നയിക്കുന്ന പ്രത്യാശയുടെ മഹോന്നതനായ യേശുവിൻ്റെ ആ നിത്യമായ രക്ഷയുടെ, മഹത്വപൂർണ്ണമായ രക്ഷയുടെ സന്താനങ്ങളാകുവാൻ വിളിക്കപ്പെട്ടവരെന്ന രീതിയിൽ ജീവിതത്തിൽ ഒരു വ്യക്തതയും മാറ്റവും അനുഭവിക്കുന്നവരായിട്ട് ക്രിസ്ത്യാനികളെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിവർത്തനം സ്വയം സൃഷ്ടിക്കപ്പെടുന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് ലോകത്തിലുള്ള നമ്മുടെ ദൗത്യവും സാക്ഷ്യത്തെ പറ്റിയും ഈ ലേഖനം പറയുന്നു. 1:1-2 സമാധാനപരമായി ജീവിക്കണം, അധികാരികളെ അനുസരിക്കണം, കലഹങ്ങൾ ഒഴിവാക്കണം, സൗമ്യത കാണിക്കണം. ഇതിനെല്ലാം ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിജാതീയ സമൂഹത്തിന് സഭയുടെ സാക്ഷ്യത്തിൻ്റെ ഭാഗമാകുന്നതിനും ലോകത്തിൽ കൃപയുടെയും സൽപ്രവർത്തികളുടെയും ഒരു സമൂഹമായി സഭ പ്രകാശിക്കണം, നിലനിൽക്കണം എന്നുള്ള കാര്യവും നമ്മളിവിടെ കാണുന്നു. അപ്പോൾ നമ്മൾ ഈ തീത്തോസിന് എഴുതിയ ലേഖനത്തിൻ്റെ ആ ഒരു പരിസമാപ്തിയായിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ഈ ലേഖനം ഒരു അജപാലന ലേഖനമായിട്ട് പറയുന്നത് കൊണ്ട് ഇതിന് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ സത്യവിശ്വാസവും വിശ്വാസം ജീവിത പ്രമാണമാകുന്നതും വിശ്വാസം എങ്ങനെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കുന്നു എന്നുള്ളതും ഇവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഉപദേശങ്ങൾ പ്രായോഗിക ജീവിതത്തിനും ക്രിസ്തീയ ജീവിതത്തിനുമുള്ള ആ ഒരു സന്തുലിതാവസ്ഥയെക്കുറിച്ച് ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസവും സൽപ്രവർത്തികളും എങ്ങനെ ഒരുമിച്ച് ചേർന്ന് ക്രിസ്ത്യൻ മോറൽ ആൻഡ് ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു വിശ്വാസവുമായിട്ട് എന്ന് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ യോഗ്യതയിലൂടെയല്ല, ദൈവത്തിൻ്റെ കാരുണ്യത്തിലൂടെയും ഔദാര്യത്തിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നതെന്നുള്ള, അതുപോലെ തന്നെ പ്രത്യാശയോടുകൂടെ നമ്മൾ നിത്യജീവന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൃപയുടെ സാക്ഷികളായി ജീവിക്കുവാനുള്ള പ്രോത്സാഹനം ഈ ലേഖനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സത്യവിശ്വാസം പാലിക്കുവാനുള്ള പ്രോത്സാഹനം ഈ ലേഖനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സഭയുടെ ആ ഒരു ചട്ടക്കൂടിൽ ഏതൊക്കെ രീതിയിലുള്ള ആ ശ്രദ്ധയും തുറവിയും വിശ്വാസത്തോടും ജീവിത മൂല്യങ്ങളോടും വേണമെന്നുള്ള കാര്യവും നമ്മൾക്ക് ഈ ലേഖനം നൽകുന്നു. അതുകൊണ്ട് ഈ ലേഖനം പ്രായോഗികമായ രീതിയിൽ പല ഭാഗങ്ങളിലൂടെ, പല മാനദണ്ഡങ്ങളിലൂടെ നമ്മളെ സഹായിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമ്മൾ ഈ എപ്പിസോഡിൻ്റെ 2ാം ഭാഗത്തിൽ പൗലോസ് ശ്ലീഹ ഫിലെമോൻ എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ നടത്തുന്നു. അപ്പോൾ ഈ ഫിലെമോനുള്ള ലേഖനം പൗലോസ് ശ്ലീഹ തന്നെ എഴുതിയത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ലേഖനം ഒറ്റ ഒരു അധ്യായത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ലേഖനമാണ്. പക്ഷേ ഈ ലേഖനം ചെറുതാണെങ്കിലും അതിനകത്തിൽ വളരെയധികം കാര്യങ്ങൾ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പുരോഗമനപരമായ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സാമൂഹികപരമായിട്ടുള്ള
മാനദണ്ഡങ്ങളെക്കുറിച്ചൊക്കെ ഈ ലേഖനം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തൻ്റേതല്ലാത്ത ഒരു അടിമയെ സൂക്ഷിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നില്ല. അവൻ തൻ്റെ യഥാർത്ഥ യജമാനൻ്റെ അടുക്കലേക്ക് ആ അടിമയെ തിരിച്ച് അയക്കുകയും ആ അടിമയ്ക്ക് ജാമ്യക്കാരനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നമ്മളത് ആ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കും. തടവിലായിരിക്കുമ്പോഴാണ് പൗലോസ് ഈ കത്ത് എഴുതിയിരിക്കുന്നതെന്ന് 1-ാം വാക്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ തിഹിക്കോസിൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഈ കൊളോസോസിലേക്ക് പൗലോസ് ലീഗ അയച്ച സന്ദേശവാഹകനാണല്ലോ തിഹിക്കോസ്. അപ്പോൾ നമ്മളത് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണാം. അതുപോലെ തന്നെ ഫിലിപ്പിയർ 2-ാം അധ്യായം 3-4 വാക്യങ്ങളിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ പേരിൽ ഈ ഒരു പേരും വരുന്നുണ്ട്. ഈ ഒരു അടിമയുടെ പേര് ഒനേസിസ്മോസ് എന്ന് പറയുന്ന ഈ അടിമയുടെ പേര് പൗലോസ് ലീഗയുടെ മറ്റ് ലേഖനങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പിയർക്കുള്ള ലേഖനം എഫേസസിൽ എഴുതി 56-57 എഴുതിയിരിക്കുന്നു എന്ന് കരുതപ്പെട്ടിരിക്കുന്നെങ്കിലും ഈ 60, 61, 63 ഈ ലേഖനം എഴുതിയെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ലേഖനം പൗലോസ് ലീഗ തന്നെയാണ് എഴുതിയെന്നുള്ളതാണ് വിശ്വാസം. ഇപ്പം ഫിലോമോനുള്ള ലേഖനം വിശുദ്ധ പൗലോസിൻ്റെ രചന എന്നതിൽ തർക്കമില്ലാത്ത ഒരു കത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത, വ്യക്തിപരമായ ശൈലി, ആന്തരികപരമായ രീതിയിലുള്ള ഉള്ളടക്കം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഫിലോമോൻ എഴുതിയ ലേഖനം പൗലോസ് ലീഗ എഴുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ 1-ാം അധ്യായം 9-ാം വാക്യം 19-ാം വാക്യങ്ങളിലൊക്കെ പൗലോസ് ലീഗ തന്നെ ഞാനിത് എഴുതിയെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പദാവലി, ശൈലി, ഇതിൻ്റെ ദൈവശാസ്ത്രം എന്നിവ പൗലോസ് ലീഗയുടെ മറ്റ് ലേഖനങ്ങളുമായി, പ്രത്യേകിച്ച് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം, എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം എന്നിവയായിട്ട് സാമ്യം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലേഖനം ആർക്കാണ് എഴുതിയത്? ഇത് സഭയ്ക്ക്, ഒരു വ്യക്തിക്ക് എഴുതിയ ഒരു ലേഖനം എങ്ങനെ നമുക്ക് സഭയുടെ ഒരു ലേഖനമായിട്ട് നമ്മൾക്ക് റെലവൻ്റ് ആയിട്ടൊരു ലേഖനം, സാമൂഹ്യ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള ക്രിസ്തീയ ദർശനം ഈ ലേഖനം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഇന്നും റെലവൻ്റാണ്. ഫിലേമോന് മാത്രമല്ല, എല്ലാ സഭാ മക്കൾക്കും സഭാ കൂട്ടായ്മകൾക്കും ഇത് സാങ്കത്യം പകരുന്ന ലേഖനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം കൊളോസോസിലെ ഒരു ക്രിസ്ത്യാനിയായിട്ട്, കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം 17-ാം വാക്യത്തിൽ കൊളോസോസിലെ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ഈ ഫിലോമോനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ മറ്റ് രീതിയിൽ നമുക്ക് ഫിലോമോനെ കുറിച്ച് വലിയ അറിവ് ഇല്ല. അപ്പോൾ ഫിലോമോൻ്റെ വീട്ടിൽ ആയിരുന്നു അവിടുത്തെ സഭ നിന്നിരുന്നത് എന്നുള്ളത് നമുക്ക്, ലവോദ്യാക്കിയയിലെ സഭ നിലനിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം, അല്ലെങ്കിൽ സ്വീകർത്താക്കൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭ മുഴുവനാകാം. ഫിലോമോനാണ് ഡയറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനിയും ഈ എഴുതിയ തീയതിയും സ്ഥലത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് എന്നാണ് എഴുതിയത് എന്നുള്ളത് നമുക്ക് നോക്കുന്നത്. പൗലോസ് തടവറയിൽ വെച്ച് കാരാഗ്രഹ കത്തുകളിൽപ്പെട്ട ഒരു കത്തും കൂടിയാണ്. തടവറയിൽ വെച്ച് എഴുതിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തടവറയിൽ പൗലോസ് ലീഗ കടന്നതിനെ പറ്റിയൊക്കെയുള്ള നോക്കിയാൽ റോമാണ് ആദ്യത്തെ തന്നെ അതിൻ്റെ പോസിബിലിറ്റി. പിന്നെ കേസറിയയിൽ പൗലോസ് ലീഗ ഒന്ന് കടന്നതായിട്ട് തടവറയിലായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് നമുക്കില്ല. പിന്നെ എഫേസോസിലും കടന്നതായ പൗലോസ് ലീഗ കാരാഗ്രഹം വാസം നയിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ റോമിലെ കാരാഗ്രഹവാസത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 28-ാം അധ്യായം 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പൗലോസ് വീട്ടു തടങ്കലിലായിരുന്നതിനെ പറ്റി അവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇനിയും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19 എഫേസോസിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു ചെറിയ കാലത്തേക്കുള്ള കാരാഗ്രഹവാസമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു അടിമ ഈ ഇത്രയും ദൂരം, അല്ലെങ്കിൽ കൊളോസോസിൽ നിന്ന് ഈ അടിമ റോം വരെ സഞ്ചരിക്കണമെങ്കിൽ കുറേ 1000 കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരും. അന്നത്തെ കാലത്ത് ഈ യാത്രാ സൗകര്യമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇത്രയും 1000കണക്കിന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് റോമിൽ ഈ ഒരു അടിമ എത്തുക എന്ന് പറയുന്നത് അത്ര ഒരു പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ചിലപ്പോൾ എത്തിയേക്കാം, നമുക്ക് പറയാൻ ഒക്കത്തില്ല. പൗലോസ് സഞ്ചരിച്ച പോലെ തന്നെ ഈ അടിമയെ സഞ്ചരിച്ച് കാണാമായിരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ റോമിൽ നിന്ന് ഈ കത്ത് എഴുതിയെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം ഈ അടിമ ഈ പൗലോസ് ലീഹായെ കാരാഗ്രഹത്തിൽ വെച്ച് കണ്ടുമുട്ടി അങ്ങനെ വിശ്വാസിയായി തീർന്നു. പക്ഷേ വിശ്വാസിയായി തീർന്ന ഈ അടിമയെ തന്നോട് കൂടി വെക്കാനല്ല, പിന്നെ തിരിച്ച് അവൻ്റെ ഉടമയെ തന്നെ വെച്ചിട്ട് ഇവൻ വിശ്വാസിയായതുകൊണ്ട് അവനെ സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവൻ്റെ ഉടമയായ ഈ ഫിലേമോൻ എഴുതുന്നതാണ് ഈ കത്ത്. അപ്പോൾ അതുകൊണ്ട് റോമിൽ ഇത് എഴുതിയതായിരിക്കാനും സാധ്യതയുണ്ട്.
പക്ഷെ കുറച്ചുകൂടെ ഒരു ഈ കൊളോസസിൽ നിന്നൊരു 160 കിലോമീറ്റർ മാറി നിൽക്കുന്ന എഫേസോസിലും തടവിലായിരുന്നപ്പം ചിലപ്പോൾ എഫേസോസിൽ വെച്ചായിരിക്കാം ഇവർ പരിചയപ്പെട്ടത്, ഈ അടിമയെ പൗലോസ് പരിചയപ്പെട്ടത്. അപ്പോൾ ഇത് എഫേസോസിൽ വെച്ച് വേണമെങ്കിലും എഴുതിയതാകാം. റോമിൽ വെച്ച് എഴുതിയാണെങ്കിൽ 60-62 കാലഘട്ടങ്ങളിലായിരിക്കാം എഴുതിയെന്നൊക്കെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ പരമ്പരാഗതമായിട്ട് ഇത് റോമിൽ നിന്ന് എഴുതിയതെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ആധുനിക ബൈബിൾ പണ്ഡിതന്മാർ അത് എഫേസോസിൽ വെച്ച് എഴുതിയതായിരിക്കാം എന്നുള്ളതിനാണ് കുറച്ചുകൂടെ ലോജിക്കലായിട്ട്, അത് വസ്തുനിഷ്ഠമായിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്ന രീതിയിൽ അത് മനസ്സിലാക്കുന്നു. ഇനി ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം, ഫിലേമോൻ്റെ അടിമയായിരുന്നു ഒനേനിമോസ്. ഒരിക്കൽ യജമാനന്റെ പക്കൽ നിന്നും അവൻ ഒളിച്ചോടി എന്ന് പൊതുവെ കരുതപ്പെടുന്നു. കാരണം ഒളിച്ചോടി എന്ന് ലേഖനത്തിൽ വ്യക്തമായി പറയുന്നില്ല. മാത്രമല്ല അവൻ ഒളിച്ചോടാനുള്ള കാരണം എന്താണെന്നും ലേഖനത്തിൽ നമ്മൾ കാണുന്നില്ല. എന്ത് തന്നെയായാലും യജമാൻ അവൻ നഷ്ടം വരുത്തി വെച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഫിലമോന്റെ ഭവനത്തിൽ നിന്നും ഒളിച്ചോടിയപ്പോൾ അവൻ പണമോ മറ്റെന്തെങ്കിലും വസ്തുക്കളാണോ എടുത്തത്, അതോ അവൻ്റെ ഒളിച്ചോട്ടം മൂലം ഒരു അടിമയും ഒരു വലിയ സമ്പത്താണല്ലോ. ഒനേനിമോസിന്റെ അഭാവത്തിൽ ഉള്ള ആ ഒരു നഷ്ടം ആയിരിക്കാം ഇതെന്ന് നമുക്ക് കരുതാൻ പറ്റും. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിനക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവന് പകരമായി ഞാൻ തന്നെ ആ നഷ്ടം നികത്തിക്കൊള്ളാം, വീട്ടിക്കൊള്ളാം എന്ന് പൗലോസ് വാഗ്ദാനം ചെയ്തതായിട്ട് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ യജമാനൻ്റെ ഭവനത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒനേസിമോസ് കാരാഗൃഹത്തിലായിരിക്കുന്ന പൗലോസിനെ എങ്ങനെയോ കണ്ടുമുട്ടി. അപ്പോൾ പൗലോസ് ഈ കത്തിലെഴുതുന്നത്, ഒളിച്ചോടിയ നിന്റെ ഭൃത്യൻ എൻ്റെ പക്കൽ എത്തിയിട്ടുണ്ടെന്നും അവൻ ക്രിസ്ത്യാനിയായെന്നും അവൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായെന്നും ഫിലേമോനെ അറിയിക്കുന്നു. ഇനി അവൻ്റെ ഉടമ നീ ആയതുകൊണ്ട് നിന്റെ അടുക്കലേക്ക് ഞാൻ നിന്റെ ഈ അടിമയെ തിരിച്ചയക്കുന്നു. എനിക്ക് അവനെ എൻ്റെ കൂടെ വെക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അത് നീതിയല്ലാത്തതുകൊണ്ട് നിന്റെ അടുത്തേക്ക് തിരിച്ച് പറഞ്ഞയക്കുന്നുവെന്നും പൗലോസ് ഈ കത്തിലൂടെ ഫിലേമോനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ അന്നത്തെ കാലത്തെ അടിമത്ത വ്യവസ്ഥിതി, ഇത് കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെയും ഈ ലോകത്ത് ഇത് സാധാരണമായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ളൊരു സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ ഔട്ട്ലുക്ക്, അല്ലെങ്കിൽ നീതിയുടെയും സമവർത്തിത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ക്രിസ്തീയ ദർശനങ്ങളെ നമുക്ക് ഇതിനകത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇതിന് നമ്മൾ ഈ അടിമത്ത വ്യവസ്ഥിതിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ്. പുരാതന സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഗ്രീക്കൻ റോമൻ കാലഘട്ടത്തിൽ അടിമത്തം മനുഷ്യത്വമില്ലാത്ത മനുഷ്യനെക്കുറിച്ച് കാണിക്കുന്നതായിട്ട് കരുതപ്പെട്ടിരുന്നു. അടിമത്ത വ്യവസ്ഥിതി പല സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലും സാമൂഹിക വ്യവസ്ഥിതിയുടെയും വിശിഷ്യ സാമ്പത്തിക ഘടനയിൽ ഒഴിച്ചുകൂടാത്ത ഒരു ഘടകമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സമ്പന്ന യജമാനന്മാർക്ക് 100 കണക്കിന് അടിമകളുണ്ടായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികളും അടിമകളും അടങ്ങുന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ ഭവനക്രമം. ഇവർക്കുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് അക്കാലത്തെ സാമൂഹിക നേതാക്കളൊക്കെ നിയമങ്ങളുമൊക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൗലോസും തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതുന്നത് നമ്മൾ നേരത്തെ വായിച്ചു. അതാണ് ഭവന ചിട്ടാക്രമം എന്ന് പറഞ്ഞ് കൊളോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം തൊട്ട് 4-ാം അധ്യായം 1-ാം വാക്യം, എഫേസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ 6-ാം അധ്യായം 9-ാം വാക്യം. അതുപോലെ തന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 18 വാക്യം മുതൽ 3-ാം അധ്യായം 7-ാം വാക്യം. അപ്പോൾ ഇത് അന്നത്തെ അടിമക്രമം, അങ്ങനത്തെ സാമൂഹിക വ്യവസ്ഥിതി അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സാമൂഹിക വ്യവസ്ഥിതിയിൽ എങ്ങനെ വിശ്വാസം ജീവിക്കാം എന്ന കാഴ്ചപ്പാടാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞതായ വേദഭാഗങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. എന്നാൽ ഈ ലേഖനം നമുക്ക് നൽകുന്നത് ഇതിനൊരു മാറ്റം വരുത്തുവാനുള്ള ഒരു കാര്യം. അപ്പോൾ ഒരാൾ അടിമയാകപ്പെടുന്നത് എങ്ങനെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കൊടുത്തു വീട്ടാൻ പറ്റാത്ത കടം ഉള്ളതിൻ്റെ പേരിൽ ഒരാൾ അടിമയാകാം, അല്ലെങ്കിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടവരെ തടവുകാരായിട്ട് അടിമകളാക്കിയും ശിക്ഷ ലഭിക്കുക, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ അടിമകളാക്കി അവർക്ക് ശിക്ഷ, അവർക്ക് അടിമത്തം കൊടുക്കുക, അവർക്ക് സ്വാതന്ത്ര്യമില്ല. പിന്നെ ഇത് അല്ലാതെ 4-മതായിട്ട് നോക്കുകയാണെങ്കിൽ അടിമ കച്ചവടക്കാർ കുറേ ആൾക്കാരെയൊക്കെ പിടിച്ച് അവരുടെ ശക്തി ഉപയോഗിച്ച് അടിമകളായിട്ട് വിൽക്കുന്നു. അപ്പോൾ അവർ അടിമകളായിട്ട് ആയിത്തീരുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു, അവർ എപ്പോഴും അടിമകളായിട്ട് നിൽക്കുന്നു. പിന്നെ അടിമകളുടെ മക്കളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവർ ജീവിത അവസാനം വരെ അടിമകളായിട്ട് നിലനിൽക്കുന്നു. അങ്ങനെ പല രീതിയിൽ. പിന്നെ ചിലർ തങ്ങളെ തന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കാരണം സ്വമനസ്സായ അടിമകളായിട്ട് സ്വയം വിൽക്കുന്നു, ആ പണം മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഈ അടിമ ഉപയോഗിക്കുന്നു. ഈ അടിമകളെല്ലാം ഇങ്ങനെ മീനിയൽ ജോബ്സ്, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരുന്നു.
അവരാണല്ലോ പല കാര്യങ്ങളും, കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഭവനത്തിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ എന്നാൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. അതിന് പല രീതിയുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, മറ്റാരെങ്കിലും ഈ അടിമയെ വില കൊടുത്ത് വാങ്ങി തൻ്റെ അടിമയെ പോലെ വാങ്ങുന്ന പോലെ വാങ്ങിയതിന് ശേഷം സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഈ യജമാനൻ പറയും നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അതുപോലെ തന്നെ സ്വയം അധ്വാനിച്ച് മിച്ചം വെച്ച തുക കൊണ്ട് തൻ്റെ സ്വാതന്ത്ര്യം വാങ്ങുന്നു, അല്ലെങ്കിൽ തന്നെ സ്വയം പൈസ കൊടുത്ത് തൻ്റെ യജമാനിൽ നിന്ന് വാങ്ങിയിട്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അപ്പം അങ്ങനെ ആണ് സാധാരണ രീതിയിൽ അടിമകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ളത്. ചില അടിമകൾ യജമാനന്മാരുടെ പക്കൽ നിന്ന് ഒളിച്ചോടി പോകുന്നു. അങ്ങനെയുള്ള ഒരു അടിമയെ പറ്റിയാണല്ലോ ഈ ലേഖനത്തിൽ പറയുന്നത്. അവർ ഒളിച്ചോടി പോകുന്ന പക്ഷേ വലിയൊരു കുറ്റമായിട്ട് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് അവർ രക്ഷപ്പെടണം, അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം പിന്നെ അതോടെ തീർന്നു. ഏതെങ്കിലും കാരണവശാൽ അടിമകൾ ഒളിച്ചോടിയാൽ അവർക്ക് ഗൗരവകരമായ ശിക്ഷകൾ ലഭിച്ചിരുന്നു. ഒന്നുകിൽ അവരെ കുരിശിൽ തറച്ചു കൊല്ലാം, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ അംഗഭംഗപ്പെടുത്താം തുടങ്ങി ക്രൂരമായ ശിക്ഷകൾ അവർക്ക് നൽകും. കാരണം ആരും അങ്ങനെ ഒളിച്ചോടി പോവുക, രക്ഷപ്പെട്ടു പോവുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണ് പൗലോസ്ലീഹ അടുക്ക വന്ന ഈ അടിമയെ കാത്തിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ തൻ്റെ ആ വിശ്വാസപരമായ ആ ഒരു ദർശനം ഉപയോഗിച്ച് പൗലോസ്ലീഹ ഈ ഫിലേമോനെ ഉപദേശിക്കുകയാണ്. ഇനി മുതൽ നീ ഒരു അടിമയുടെ യജമാനാണെങ്കിലും നീ ആരാണ്, നിന്റെ ജീവിതത്തിൻ്റെ ക്രമം എന്താണ്, നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, ബോധ്യം ഏതാണ്, മൂല്യങ്ങൾ ഏതാണ്, സുവിശേഷത്തിൽ നീ രക്ഷ പ്രാപിച്ചവനായതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ മാറ്റാം. അന്നത്തെ കാലത്ത് സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. കാരണം അതൊക്കെ സാധാരണമായിട്ട് അന്നത്തെ കാലത്ത് വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് ആ ദൈവകൃപയുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തിൻ്റെ ആ ഒരു റെലവൻസ് കൂടുന്നത്. ഇന്ന് നമ്മൾ ഈ അടിമത്തത്തെ പറ്റിയോ അല്ലെങ്കിൽ സാമൂഹ്യ നീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കും, അതിനുവേണ്ടി സംസാരിക്കാനും ഒക്കെ നമുക്ക് കഴിയും. നീതിബോധത്തെക്കുറിച്ചും നീതിയുടെ അടിസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ അല്ലാതിരുന്ന കാലത്ത്, അടിമത്തം സർവ്വസാധാരണമായിരുന്ന കാലത്ത്, മൃഗങ്ങളെ പോലെ ചില മനുഷ്യരെ കണ്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി വേറൊരു ദർശനം വരുത്തുക എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു മഹത്വം. അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ചുരുക്കത്തിൽ ഫിലേമോൻ്റെ അടിമയായ ഒനേസിമോസിനെ കുറിച്ചുള്ളതാണ് ഈ കത്ത്. ഒനേസിമോസ് ഫിലേമോനിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ടു. ഈ ഒനേസിമോസ് പൗലോസ് കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് എങ്ങനെയോ പൗലോസിനെ കണ്ടുമുട്ടുന്നു. പൗലോസുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ മാനസാന്തരപ്പെടുന്നു. അവൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസിയായ പൗലോസ് ഈ ഒനേസിമോസിനെ തൻ്റെ യജമാനായ ഫിലേമോൻ്റെ അടുക്കിലേക്ക് തിരികെ അയക്കുകയും ഈ ഫിലേമോനെ അവൻ ഈ ദൈവിക ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പൗലോസിൻ്റെ സ്വാധീനത്തിൽ ഒനേസിമോസ് ക്രിസ്ത്യാനിയായതിൻ്റെ ആ ഒരു പ്രത്യേകതകളിൽ അവനൊരു സ്വാതന്ത്ര്യം കൊടുക്കുവാൻ വേണ്ടി പൗലോസ് ഇതിനകത്തിൽ കൂടി ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അനുരഞ്ജനത്തിൻ്റെയും രൂപാന്തരപ്പെട്ട ക്രിസ്തീയ മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നവീകരിക്കപ്പെട്ട സാമൂഹ്യ ബന്ധത്തിൻ്റെയും സാമൂഹ്യ വീക്ഷണത്തിൻ്റെയും ഒരു തലത്തിൽ നിന്നുകൊണ്ട് പൗലോസ്ലീഹ ഒനേസിമോസിനെ ഈ കത്തുമായി ഫിലേമോൻ്റെ അടുക്കിലേക്ക് തിരിച്ചയക്കുന്നു. അങ്ങനെ പൗലോസ്ലീഹ ഒരു ദർശനം അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സന്ദർഭം, ഈ കത്തിൻ്റെ സന്ദർഭം പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ ഒനേസിമോസിന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുവാനുള്ള ആ ഒരു അവസരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ സാമൂഹ്യ നീതിയെക്കുറിച്ച് സുവിശേഷ മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിത ദർശനങ്ങളെ ശക്തിപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ ക്രമപ്പെടുത്തുക എന്നുള്ള ആ ഒരു ദൈവശാസ്ത്രപരമായ കാര്യവും നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി ഈ കത്തിൻ്റെ ഘടനയുള്ളടക്കം ഒറ്റ ഒരു അധ്യായമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഭാഗം 1, 2, 3 വാക്യങ്ങൾ പൗലോസ്, തിമോത്തിയോസ്, ഫിലേമോൻ, ആപ്പിയ, അർക്കിപ്പസ് എന്നിവരൊക്കെ അടങ്ങി ആ ഒരു സഭയെപ്പറ്റി പറയുന്നത്. അത് ഫിലേമോൻ അവിടുത്തെ ഒരു പ്രധാനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് വീട്ടിലായിരിക്കാം ഈ സഭ ഉണ്ടായിരുന്നത്. കൃപയും സമാധാനം നൽകി ആശംസ, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇത് പറയുന്നു. ഇനിയും 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നന്ദിയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു. അതിൽ ഫിലേമോൻ്റെ വിശ്വാസത്തിനും സ്നേഹത്തിനും പൗലോസ് ദൈവത്തിന് നന്ദി പറയുന്നു. ഫിലേമോൻ്റെ ആതിഥ്യ മര്യാദയെക്കുറിച്ചും അവിടെയുള്ള എല്ലാ സഭാമക്കളുടെയും പ്രോത്സാഹനത്തെക്കുറിച്ചും അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെ പ്രോത്സാഹിപ്പിച്ചതിനെ പറ്റിയും ഒക്കെ നമ്മൾ പറയുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ്, ഇതൊരു ആമുഖ ഭാഗമായിട്ട് എഴുതിയതിന് ശേഷമാണ് യഥാർത്ഥ കാര്യത്തിലേക്ക് വരുന്നത്. ഒനേസിമോസിന് വേണ്ടിയുള്ള അപേക്ഷ 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ
നമ്മളൊന്ന് ഓർത്തണം, പൗലോസ്ലീഹായുടെ മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ തൻ്റെ അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ ദൈവം നൽകിയതായ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തതിന് പകരം സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തി അപേക്ഷിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു തലം നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ ഓർക്കുക, ഒരിക്കൽ പ്രയോജനമില്ലാതെ ആയിരുന്ന ഒനേസിമസ് ഇപ്പോൾ പൗലോസിനും ഫിലേമോനും പ്രയോജനമുള്ള ദൈവത്തിൻ്റെ മകനായി, രക്ഷിക്കപ്പെട്ട മകനായി തീരുന്നു. ഒനേസിമോസിനെ അതുകൊണ്ട് ക്രിസ്തുവിലുള്ള ഒരു സഹോദരനായി, ഒരു അടിമയായിട്ടല്ല, ഒരു സഹോദരനായിട്ട് സ്വാഗതം ചെയ്യാൻ പൗലോസ് ഫിലേമോനോട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടിമത്തത്തിൽ നിന്ന് അവനെ ഒന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി പൗലോസ് ശ്ലീഹ പറയുന്നത്, ഈ ഒരു കത്തെന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എഴുതുന്ന ആ ഒരു കത്തിൻ്റെ ഏതെല്ലാം രീതിയിൽ ആ വ്യക്തിയെ വിന്നോവർ ചെയ്യാൻ വേണ്ടി, ആ വ്യക്തിക്ക് ഞാൻ പറയുന്ന ആവശ്യം ആ വ്യക്തിയിലൂടെ എനിക്ക് ലഭിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ രീതികൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കതിന് നല്ലൊരു ഉദാഹരണമാണ് ഈ കത്ത്. അതുപോലെ തന്നെ പൗലോസ് എഴുതിയ കത്തിൻ്റെ അടിസ്ഥാനം ഫിലേമോന് ഒനേസിമോസിനെ സ്വതന്ത്രനാക്കണമെന്നുള്ള ആ ഒരു നിർദ്ദേശം അതിനകത്തിൽ കാണും. അതുപോലെ തന്നെ ഈ ഒനേസിമോസിനെ സ്വതന്ത്രനാക്കുന്നതിന് വേണ്ടി എന്ത് കടം അല്ലെങ്കിൽ അവൻ നിനക്ക് എന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഏറ്റെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫിലേമോൻ്റെ അടുക്കൽ ഈ ഒനേസിമോസിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക അല്ലെങ്കിൽ അതിന് പകരമായിട്ട് തന്നെ പൗലോസ് ശ്ലീഹ കൊടുക്കുന്ന ആ ഭാഗമൊക്കെയാണ് ഈ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. പിന്നെ ആത്മവിശ്വാസവും സമാപനം. കാരണം ഈ ഫിലേമോൻ എഴുതി ഈ കത്തിലൂടെ താൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ള ആത്മവിശ്വാസം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പം ഫിലേമോൻ അനുസരിക്കും എന്നുള്ളത് പൗലോസ് ശ്ലീഹ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്നതിൽ കൂടുതൽ നീ ചെയ്യുമെന്ന് 21-ാം വാക്യത്തിൽ ഫിലേമോനെ കുറിച്ച് പൗലോസ് ശ്ലീഹ പറയും. പിന്നെ സമാപന ആശംസകളും ആശീർവാദം. അപ്പോൾ ഇതാണ് ഈ ഒരു കത്തിൻ്റെ അധികം വാക്യങ്ങളില്ല. പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ കത്തുകളിൽ ഒന്നായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങളൊന്നായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ഇനിയും ഈ കത്തിൻ്റെ ദൈവശാസ്ത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ കത്ത് എന്തൊക്കെ ദൈവിക ദർശനം, ക്രിസ്തീയ ദർശനങ്ങൾ, സാമൂഹിക വ്യവസ്ഥതയെക്കുറിച്ചുള്ള ദർശനങ്ങൾ നമുക്ക് നൽകുന്നു. അപ്പോൾ ക്രിസ്തീയ സാഹോദര്യം എന്താണ്? അത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാഹോദര്യം. ക്രിസ്തുവിൽ പഴയ ഉച്ചനീചത്വങ്ങളെല്ലാം, അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ അല്ലെങ്കിൽ മറ്റു മതവിശ്വാസി ഒന്നും ഇല്ല. എല്ലാവരും ക്രിസ്തുവിലൊന്ന്, എല്ലാവരും ക്രിസ്ത്യാനി, എല്ലാവരും സഹോദരങ്ങൾ. 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒനേസിമോസിനെ പ്രാഥമികമായിട്ട് ഞാൻ ഒരു അടിമയായിട്ടല്ല, മറിച്ച് ഒരു പ്രിയപ്പെട്ട സഹോദരനായിട്ട് കരുതുന്നു, നീയും അങ്ങനെ ചെയ്യാം. അപ്പം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-28 വാക്യത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ, ഇത് മുൻകൂട്ടി പറയുന്നു, അടിമയോ സ്വതന്ത്രനോ ഒന്നുമില്ല, എല്ലാം ക്രിസ്തുവിൽ ഒന്നാണ്. അപ്പോൾ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെ പറയുന്നുണ്ട്. അതായത് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഇനിയും ക്ഷമയും അനുരഞ്ജനത്തിൻ്റെ ആവശ്യം. ക്രിസ്തുവിനെ മാതൃകയാക്കി പൗലോസ് ശ്ലീഹ ഒരു മധ്യസ്ഥനായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ട് സുവിശേഷ ജീവിതം എന്നാൽ ബന്ധങ്ങളുടെ അനുരഞ്ജനവും പരിവർത്തനവും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഒരു അടിമ ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ അടിമ യജമാനിൽ നിന്ന് സാധാരണ രീതിയിൽ അവൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കത്തക്ക അല്ല ആ അവസരം ഉപയോഗിക്കുക. 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതല്ലാതെ അവൻ സ്വതന്ത്രനാകാനായിട്ട് ഒളിച്ചോടി പോകുമ്പോൾ അവനെ പിടിക്കപ്പെട്ടില്ലെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും പിന്നെ ജീവിക്കും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനെ കാത്തിരിക്കുന്ന ക്രൂരമായ ശിക്ഷയാണ്. അവനോട് ക്ഷമിക്കുകയില്ല, അനുരഞ്ജനമില്ല. എന്നാൽ ഇവിടെ പൗലോസ് ശ്ലീഹ അനുരഞ്ജനത്തിൻ്റെ ഒരു മാർഗം. കാരണം അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ എന്തെന്നാൽ ക്രിസ്തു നമ്മുടെ പാപങ്ങളോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മളോട് അനുരഞ്ജനപ്പെട്ടു, അങ്ങനെ നമ്മളെ രക്ഷിച്ചു എന്ന് പറയുന്ന ആ ദർശനമൊക്കെയാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. അത് നമ്മൾ ഓർക്കുക. ഇനി നിയമത്തിൽ അടിസ്ഥാനമായിട്ട് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, പറയുന്നു, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളിങ്ങനെ ചെയ്യണം എന്നതിന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരു ശൈലിയെ ഈ കത്തിലില്ല. 9-ാം വാക്യത്തിൽ പൗലോസ് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. ഒരു വൃദ്ധനായ ജീവിതത്തിൻ്റെ അവസാനത്തിലെത്തിയ കാരാഗ്രഹത്തിലായിരിക്കുന്ന ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, ഈ ഒരു അടിമയ്ക്ക് വേണ്ടി നിൻ്റെ മുൻപിൽ ഞാൻ നിർദ്ദേശിക്കുകയാണെന്നൊക്കെ പറയുന്ന അതുപോലെ തന്നെ ആ ഒരു ദർശനം, നിയമത്തെക്കാൾ സ്നേഹം എന്നുള്ള ദർശനം. ഇനി സഭ എന്നുള്ളത് ഒരു കുടുംബമെന്ന ആ ഒരു ദർശനം, ഇത് മറ്റു ലേഖനങ്ങളിലെല്ലാം ഉള്ളതാണ്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് അതെല്ലാം ഈ
റീഡിങ് ബിറ്റ്വീൻ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഈ എഴുത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദർശനം നമ്മൾ മനസ്സിലാക്കുക. സഭ എന്നത് ദൈവത്തിൻ്റെ ഒരു ഭവനമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയിൽ എല്ലാം പുനർനിർവചിക്കപ്പെടുന്നു. എല്ലാവരും സഹോദരങ്ങളാണ്. സഹോദരങ്ങളാകുമ്പോൾ നമ്മൾക്ക് മറ്റൊരാളെ അടിമയാക്കാൻ ഒക്കുമോ? നമുക്ക് അടിച്ചമർത്താൻ ഒക്കുമോ? സ്നേഹരാഹിത്യത്തിൽ ആയിരിക്കാൻ ഒക്കുമോ? ആതിഥ്യ മര്യാദയും കൂട്ടായ്മയും വിശ്വാസത്തിൻ്റെ അനിവാര്യമായ അടയാളങ്ങളാണ്. അതുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മളെല്ലാവരോടും അനുരഞ്ജനപ്പെടണം, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം, നമ്മൾ മറ്റുള്ളവരെ സമന്മാരായിട്ട് കരുതണം. ഈ ഒരു ദർശനമൊക്കെയാണ് ഇവിടെ കുടുംബം എന്ന രീതിയിൽ സഭയെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഓർക്കുക, ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കത്തിൽ എന്തുമാത്രം ദൈവികമായ ദർശനങ്ങളാണ് അല്ലെങ്കിൽ ദൈവശാസ്ത്രമാണ് നിലനിൽക്കുന്നത്. ഇനിയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെ ക്രിസ്തു ദർശനം എന്താണ് ഇവിടെ പറയുന്നത്? 17-18 വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, പൗലോസ് ഒനേസിമോസിൻ്റെ ആ ഒരു അവസ്ഥയെ താനുമായിട്ടും ബന്ധപ്പെടുത്തുന്നുണ്ട്, ക്രിസ്തുവായിട്ടും ബന്ധപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, പാപത്തിൻ്റെ അടിമകളായ നമ്മളെ, നമ്മളുടെ കടം എല്ലാം സ്വയം ഏറ്റെടുത്ത് നമ്മൾക്ക് വേണ്ടി കടം വീട്ടി, തൻ്റെ ജീവിതം നൽകി കടം വീട്ടി ക്രിസ്തുവിനെ നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ അടിമയുടെ സ്വാതന്ത്ര്യം 2 രീതിയിലാണല്ലോ അടിമയുടെ സ്വാതന്ത്ര്യം. ഒന്ന്, മറ്റൊരാൾ അവൻ്റെ കടമെല്ലാം വീട്ടി അല്ലെങ്കിൽ അവനെ വാങ്ങിച്ച് അവനെ സ്വാതന്ത്ര്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഇവൻ സ്വയമായിട്ട് അധ്വാനിച്ച് പണം സമ്പാദിച്ച് ഇവൻ്റെ സ്വാതന്ത്ര്യം വാങ്ങിച്ചെടുക്കുക, വിലയ്ക്ക് വാങ്ങുക. പക്ഷേ നമ്മൾ പാപത്തിൻ്റെ അടിമകളായിരുന്നു നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് ആരാണ്? കർത്താവായ യേശു മിശിഹ തൻ്റെ ഔദാര്യത്തിലൂടെ കൃപ നൽകി. അപ്പോൾ ഒനേസിമോസിൻ്റെ ആ കടങ്ങൾ തിരിച്ചടയ്ക്കാനുള്ള പൗലോസിൻ്റെ സന്നദ്ധത ഇതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പാപപരിഹാര പ്രവൃത്തിയെ പ്രതിഫലിക്കുന്നു. ക്രിസ്തു നമ്മുടെ കടം സ്വയം ഏറ്റെടുത്ത് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തിയതുപോലെ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം ചെയ്ത് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തിയതുപോലെ തന്നെ പൗലോസ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നു. നോക്കിക്കേ, ഒരു അടിമ എന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അതിനെ സ്പിരിച്വലായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ തലത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സാമൂഹ്യ പ്രസക്തി ഈ ഒരു ലേഖനത്തിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അടിമത്തം നിർത്തലാക്കുവാൻ പൗലോസ്ലീഹ വ്യക്തമായിട്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇവനെ സ്വതന്ത്രനാക്കണം, ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടിമത്തം ഇല്ലാതാക്കുവാനുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പരിശ്രമം. ഇത് സാമൂഹ്യ വിമോചനത്തിൻ്റെ ഒരു പ്രാരംഭമായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ സീഡ്സ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു പുതിയ ദർശനം, സമന്മാരാണെന്നുള്ള ഒരു ദർശനം നമ്മൾ ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അവതരിപ്പിക്കുന്നെങ്കിലും ആദ്യ നൂറ്റാണ്ടിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്കതിൻ്റെ അടിസ്ഥാനം കാണാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓർക്കുക. തൻ്റെ കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് അടിമത്തം നിർത്തലാക്കണമെന്നും പൗലോസ്ലീഹ നേരിട്ട് അവകാശപ്പെടുന്നില്ലെങ്കിലും അത് കൂടുതൽ മാനുഷികമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അടിമകളെ വസ്തുക്കളായിട്ട് കണക്കാക്കിയിരുന്ന ലോകത്ത് അടിമകളെ അവർ ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുമ്പോൾ സഹോദരന്മാരായിട്ട് പരിഗണിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൗലോസ്ലീഹ എഴുതുന്നു. പൗലോസ്ലീഹ ഒരു സാമൂഹിക വിപ്ലവകാരിയായിട്ട് ഇവിടെ വരുന്നില്ലെങ്കിൽ പോലും ഒനേസിമസ് തൻ്റെ യജമാൻ്റെ അടുത്തേക്ക് മടങ്ങുകയും സുവിശേഷത്തെ അടിസ്ഥാനമാക്കി ദൈവത്തിനും മനുഷ്യത്തിനും ഇടയിൽ ഒരു പുതിയ ബന്ധം വികസിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പൗലോസ്ലീഹ ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സാമൂഹ്യ പരികർത്താവായിട്ട് പൗലോസ്ലീഹ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്താണ്? കർത്താവായ യേശു മിശിഹായിലുള്ള വിശ്വാസവും അവിടുന്ന് ലഭിച്ചതായ കൃപയും, കർത്താവ് നമ്മളെ പാപത്തിൻ്റെ ബന്ധത്തിലായിരുന്നു നമ്മളെ വിമോചിപ്പിച്ചു എന്നുള്ള ആ ഒരു ബോധ്യം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, പൗലോസ്ലീഹ വലിയൊരു വിപ്ലവകാരിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അദ്ദേഹം ഒരു യാഥാസ്ഥിതിയായിട്ട് ആ സാമൂഹ്യ വ്യവസ്ഥിതിയെല്ലാം നിലനിർത്തുന്ന വ്യക്തിയായിട്ട് നമ്മൾ കാണരുത്. കാരണം ഈ ഒരു ലേഖനം അതിന് ഒരു അപവാദമാണ്. പൗലോസ്ലീഹയുടെ വിമോചനപരമായ ദർശനങ്ങൾക്ക് ഒരു വലിയ ഒരു സാക്ഷ്യമാണ് ഈ ലേഖനം നൽകുന്നത്. നമ്മൾ ആ വാക്യങ്ങൾ 5, 7, 9, 16 വാക്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഉപദേശം, പ്രേരണ, പ്രബോധനം, മനഃപരിവർത്തനം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള ക്രിസ്തീയ മൂല്യങ്ങളും പുണ്യങ്ങളും ഇവയൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ലേഖനത്തിൽ ഒരു മനുഷ്യൻ്റെ മനഃപരിവർത്തനം എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ എങ്ങനെ മാറ്റണം എന്ന് ഈ ലേഖനം നല്ല ഉദാഹരണമാണ്. അതിന് തക്കവണ്ണമുള്ള ഒരു കത്തായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. അപ്പോൾ മറ്റൊരു കാര്യം, അടിമത്തത്തെക്കുറിച്ചുള്ള പൗലോസിൻ്റെ ചിന്തകൾ മനസ്സിലാക്കാൻ ഈ കത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട്. റോമൻ സാമൂഹ്യ ക്രമം അടിമത്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം, ഈ സാഹചര്യത്തിൽ
അതിൻ്റെ അനന്തരഫലം പൗലോസ്ലീഹ വരച്ചു കാട്ടുകയും ചെയ്യുന്നുണ്ട്. അതായത് എന്താണ്, ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ സമൂഹത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ, അനീതി, അടിമത്തം ഇവയൊക്കെ മാറുന്നു എന്നുള്ളത്. അപ്പോൾ അടിമകളോടുള്ള മനോഭാവങ്ങളിൽ മാറ്റം വരുത്തി സാർവത്രിക സാഹോദര്യത്തിൻ്റെ ഒരു തത്വം വിളിച്ചോദിക്കൊണ്ട് പൗലോസ്ലീഹ കൂടുതൽ നിർണായകമായ ഒരു അഭ്യർത്ഥന ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലേഖനം ക്രിസ്തുവിലുള്ള സമത്വം, സാഹോദര്യം, അനുസരണം എന്നിവയിൽ ഊന്നൽ നൽകുമ്പോൾ അത് ആത്യന്തികമായി എല്ലാ തരത്തിലുള്ള സാമൂഹ്യ നീതിയിലേക്കും സാമൂഹിക സമത്വത്തിലേക്കും അടിമത്തത്തിൻ്റെ ദുർവ്യവസ്ഥിതിയെ, അതിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു ദർശനമായിട്ട്, ഒരു ആശയമായിട്ട് അല്ലെങ്കിൽ ചിന്തകളുടെ തലത്തിൽ നിൽക്കേണ്ടതല്ല. അത് പ്രായോഗികമായ തലത്തിലേക്ക് വരേണ്ടതാണ്. അത് മനുഷ്യബന്ധങ്ങളെ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമായിട്ട് ഈ കത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സാമൂഹ്യ നീതി, അനുരഞ്ജനം, മനുഷ്യൻ്റെ മഹത്വം എന്നിവയെക്കുറിച്ചുള്ള ക്രിസ്തീയ ചിന്തയ്ക്ക് ഈ കത്ത് പ്രചോദനം നൽകിയിട്ടുണ്ട്. സഭാപിതാക്കന്മാരായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം, വിശുദ്ധ ജെറോം എന്നിവർ ക്രിസ്തീയ സ്നേഹത്തിൻ്റെയും നയത്തിൻ്റെയും മാതൃകയായിട്ട് ഈ കത്തിനെ പറയുന്നത്. കാരണം നയത്തോടുകൂടിയുള്ള പൗലോസ്ലീഹയുടെ ഈ ഒരു എഴുത്തുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നയം എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു വ്യവസ്ഥിതിയും ഈ കത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആധുനിക വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നതായ അടിച്ചമർത്തുന്നതായ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെയുള്ള ആ ഒരു പ്രവർത്തനങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിട്ട് ഈ കത്ത് അവരെ സഹായിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ കത്ത് അതുകൊണ്ട് നമുക്ക് ഒരു വലിയ സഹായമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദർശനങ്ങളെ ക്രമപ്പെടുത്തുവാൻ. അതുകൊണ്ട് ഫിലേമോൻ്റെ കത്ത് ഹ്രസ്വവും എന്നാൽ ശക്തവുമായ ഒരു ലേഖനമാണ്. അവിടെ ഒളിച്ചോടിപ്പോയ അടിമയായ ഒനേസിമോസിനെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹോദരനായി സ്വീകരിക്കുവാൻ പൗലോസ്ലീഹ ഫിലേമോനോട് അഭ്യർത്ഥിക്കുന്നു. പൗലോസ്ലീഹ കാരാഗൃഹത്തിലായിരുന്ന സമയത്ത് ഈ കത്ത് എഴുതിയതിനാൽ ഈ കത്തിൽ ആ ഒരു പശ്ചാത്തലവും നമുക്ക് കാണാൻ കഴിയും. സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ അനുരഞ്ജനം, സ്നേഹം, സാമൂഹിക ബന്ധങ്ങളുടെ പരിവർത്തനം, സാമൂഹിക വ്യവസ്ഥിതി, സമത്വം എന്നിവയുടെ പ്രമേയങ്ങൾ ഈ കത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ക്രിസ്തുവിലുള്ള സമത്വത്തെയും കൂട്ടായ്മയും കുറിച്ചുള്ള അതിൻ്റെ സമൂലമായ ഒരു ദർശനത്തിനും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ദൈവശാസ്ത്രപരമായ ഒരു ദർശനത്തിനും ഈ കത്ത് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ കത്ത് സാമൂഹികപരമായ ചിന്തകൾക്ക് അടിസ്ഥാനമിടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ കത്ത് പഠിക്കുമ്പോൾ ഒറ്റ അധ്യായമേ ഉള്ളെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലുള്ള വലിയ ദർശനങ്ങളെ ഉൾക്കൊള്ളുവാൻ, നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ ഈ കത്ത് തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. നല്ല ക്രിസ്ത്യാനികളായി എങ്ങനെ ജീവിക്കണം, നല്ല ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെ ക്രിസ്തീയ മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കണം എന്നുള്ളത് ഈ കത്ത് തീർച്ചയായിട്ടും നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കും. ഇത് കൂടുതൽ നമ്മളെ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തുവാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളുടെ ഈ എപ്പിസോഡുകൾ, പൗലോസ്ലീഹയുടെ ലേഖന സമാഹാരങ്ങളെ കുറിച്ചുള്ള ഈ എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.